ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെയാണ്. ഞാൻ പുതിയൊരു മൈക്ക് വാങ്ങി. അപ്പൊ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു, എങ്ങനെ എന്താന്നുള്ളതൊക്കെ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഈ മൈക്ക് വാങ്ങിയത് തന്നെ കുറേ പേരുടെ യൂട്യൂബ് വീഡിയോസിൽ കുറേ പേരുടെ റിവ്യൂ കണ്ടിട്ടാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാനും കൂടെ ഇങ്ങനെ ഒരു വീഡിയോ ഇടുകയാണെങ്കിൽ ഇനിയിപ്പോ ബിഗിനേഴ്സ് ആരെങ്കിലും വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാനിപ്പോ ഓൾറെഡി മൈക്ക് യൂസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് എത്രത്തോളം നല്ല പോലെയാണ് കേൾക്കുന്നത് എനിക്കറിയില്ല. ഞാനിപ്പോ കേൾക്കുന്നില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഈ കേൾക്കുന്ന സൗണ്ട് മൈക്കിലൂടെയാണ് കേട്ടോ. ഇത് മൈക്കിലൂടെ ഫുൾ വോളിയത്തിലാണ് ഞാനിപ്പോ വെച്ച് സംസാരിക്കുന്നത്. അപ്പൊ ഇനി ഞാൻ മൈക്ക് ഇല്ലാതെ ഇത് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കണ അവിടെ അത്യാവശ്യം നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. ഞങ്ങൾ ഈ നാട്ടിൻ പുറത്ത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കിളികളെ സൗണ്ട് ഒക്കെ നല്ല പോലെ ഉണ്ട്. കണ്ടപ്പോ കാക്ക കരയുന്നു. അപ്പൊ മൈക്ക് വെച്ചിട്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നോയിസ് ക്യാൻസലേഷൻ ഒക്കെ അത്യാവശ്യം ഉണ്ട് തോന്നുന്നു. അപ്പൊ എന്തായാലും മൈക്ക് ഓഫ് ആക്കിയിട്ട് ഞാനൊന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡിഫറൻസ് മനസ്സിലാവും. ഓക്കെ, ഒന്ന് മൈക്ക് ഓഫ് ആക്കട്ടെ. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് നോർമൽ ആയിട്ടാണ്, അതായത് മൈക്കും കാര്യങ്ങളും ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യം ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഒരു 2-3 സെക്കൻഡ് മുന്നത്തെ വീഡിയോയും ഈ ഒരു വീഡിയോയും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ഡിഫറൻസ്. കാരണം ഇപ്പോൾ ഈ വീഡിയോയിൽ അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒക്കെ അത്യാവശ്യം കേൾക്കുന്നുണ്ടായിരിക്കും. മറ്റേത് നമ്മൾ മൈക്ക് വെച്ചതുകൊണ്ട് തന്നെ അത് കേൾക്കൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യുക. ഇനി ഞാൻ ഇതിൻ്റെ ഡിസ്റ്റൻസ് ഒന്ന് കാണിച്ചു തരാം, എത്രത്തോളം ഡിസ്റ്റൻസിൽ നമുക്കിത് കിട്ടും എന്നുള്ളത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് മൈക്ക് ഓൺ ചെയ്യാം. അപ്പൊ ഇപ്പൊ ഞാൻ സംസാരിക്കണ മൈക്ക് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. നിങ്ങൾ ഡിഫറൻസ് നിങ്ങളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇനി ഞാൻ കുറച്ച് ഡിസ്റ്റൻസിലേക്ക് പോവാം. നിങ്ങൾ ഇവിടെ തന്നെ നിന്നാൽ മതിയേ. അപ്പോ ഇപ്പൊ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം അത്യാവശ്യം ഇതിപ്പോ എത്ര മീറ്റർ ഡിസ്റ്റൻസ് വരും? 3 അറിയില്ല. അപ്പോ ഞാൻ ഇനി കുറച്ച് ബാക്കോട്ട് നടന്നു നോക്കട്ടെ. കാണുന്നുണ്ടോ നല്ലോ? ഓക്കെ. അപ്പൊ ഗൈസ്, ഞാനിപ്പോ ഇത്രയും ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഇപ്പൊ എത്രത്തോളം ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? അപ്പോ കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനിയിപ്പോ കേൾക്കാൻ പറ്റുകയാണെങ്കിലും ഇത്രയും ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് ഡിസ്റ്റൻസിൽ നടന്നു നോക്കാം. കാണുന്നുണ്ടോ? ഓക്കെ. ഇനി ഞാൻ കുറച്ചും കൂടെ ഇങ്ങോട്ട് നടക്കുമ്പോ ഒക്കെ ഇതിന് എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും ഒരു ഇത് വരുന്നുണ്ടോന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്നുണ്ടോന്ന് അറിയില്ല. കണ്ടോ, ഇത്രയും ഡിസ്റ്റൻസിൽ അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ നിന്നിട്ടാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഞാൻ മൈക്ക് ഓഫ് ആക്കിയിട്ട് സംസാരിക്കും. എന്നെ കാണുന്നുണ്ടോ? സംസാരിക്കുന്നത് മൈക്കില്ലാതെയാണ് കേട്ടോ. ഇപ്പൊ സംസാരിക്കുന്ന മൈക്കില്ലാതെയാണ്. എനിക്ക് തോന്നുന്നത് ഒട്ടും കേൾക്കുന്നുണ്ടാവില്ല. കാരണം അത്യാവശ്യം നല്ല ഡിസ്റ്റൻസിൽ തന്നെയാണ് നിൽക്കുന്നത്. സീ ദി ഡിഫറൻസ് ഗൈസ്. അപ്പോൾ ഇപ്പൊ ഞാൻ മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ട്? അപ്പോൾ ഈ മൈക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മൈക്കാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് വാങ്ങിയത്. ഇതുപോലത്തെ വീഡിയോസ് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു മൈക്ക് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 3799 രൂപയാണ്. ഞാൻ ആക്ച്വലി ഒരു 1700 സംതിങ്ങിന്റെ ആണ് ഞാൻ ഫസ്റ്റ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ 1000 രൂപയ്ക്ക് കൊടുത്ത് എന്തായാലും നമ്മളൊരു മൈക്ക് വാങ്ങുകയല്ലേ, അപ്പൊ കുറച്ചും കൂടെ ഒരു നല്ല മൈക്ക് വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു റേറ്റിനുള്ള മൈക്ക് ചൂസ് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ 1000 സംതിങ്ങിന് എടുക്കുമ്പോൾ ഇത്രയും നല്ലതാവണമെന്നില്ല. കാരണം കുറച്ച് റേറ്റ് കുറവാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും വാങ്ങുകയല്ലേ, ഈ ഒരു റേറ്റിന് പറ്റിയത് എടുക്കുക. കാരണം എനിക്കിപ്പോ ഇതേ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു റേറ്റിനുള്ളത് എടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഓക്കെ ആയിട്ട് തോന്നിയിട്ട്, കാരണം എൻ്റെ ഇപ്പോഴത്തെ യൂസിന് ഇപ്പൊ എടുക്കുന്ന ടൈപ്പ് വീഡിയോയ്ക്ക് എനിക്ക് ഈ മൈക്ക് ഓക്കെ ആണ് തോന്നി. അപ്പൊ ബിഗിനേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിലും
ഈ ഒരു മൈക്ക് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്യും. പിന്നെ ഇത് അത്യാവശ്യം കുറച്ച് റേറ്റ് ഉണ്ട്, 3000 സംതിങ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതുവരെ ഒരു മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു മൈക്ക് യൂസ് ചെയ്യുന്നത്. വാങ്ങുമ്പോൾ എന്തായാലും അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ക്വാളിറ്റി ഉള്ളത് വാങ്ങാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇത് ചൂസ് ചെയ്തത്. അപ്പൊ 2 മൈക്കാണ് വരുന്നത്. ഒന്നിപ്പോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു മൈക്കും കണ്ടോ, ഒരു കോയിന്റെ അത്ര വലുപ്പേ ഉള്ളൂ കേട്ടോ. ഇത് കുഞ്ഞാണ്, സംഭവം കുഞ്ഞാണ്. ഒരു കോയിന്റെ അത്രേ ഉള്ളൂ, കാണുന്നുണ്ടോ? ഒരു കോയിന്റെ അത്രേ വലുപ്പമുള്ളൂ. നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ്. മൈക്ക് യൂസ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഫീല് നമുക്ക് ഉണ്ടാവില്ല. അതായത് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലോ എന്നുള്ളൊരു ഫീലും നമുക്ക് ഉണ്ടാവില്ല. ഭയങ്കര സിമ്പിൾ. ഇത് മാഗ്നറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് ഉള്ളിൽ വെച്ചിട്ട് ഇത് ജസ്റ്റ് ഇവിടെ അങ്ങോട്ട് ഫിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. ഭയങ്കര സിമ്പിൾ. 2 മൈക്കാണ് വരുന്നത്. ഞാൻ 2 മൈക്കുള്ളത് അങ്ങനെ ചൂസ് ചെയ്തതാണ്, അങ്ങനെ ആവശ്യമുള്ളത് കൊണ്ട്. പിന്നെന്താ പിന്നെ ഇപ്പം എന്താ പറയാനുള്ളത്, ഇതിൽ എന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.